കൊണ്ട് ഞാൻ ശരിക്കും ഉറങ്ങുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഞാനിപ്പോൾ ഒരു 10 മണിയാകുമ്പോഴാണ് കിടക്കുന്നത്. 9:30 മണിയാകുമ്പോൾ കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ ചാടി ഞാൻ എഴുന്നേക്കും. പക്ഷേ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, വിമിഷ്ടം കൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. ചാടിയാണ് എഴുന്നേറ്റ് വന്നിരുന്നു. ഞാൻ എൻ്റെ മരുന്നൊക്കെ കാണിച്ചിരുന്നു. ആ മരുന്നെടുത്ത് വലിച്ചു വെച്ച് പിന്നെ മാറി എൻ്റെ കൊന്ത എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. ഇരുന്നാലും എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. ഞാൻ പിറ്റോടി എന്നിട്ടും വെപ്രാളം കയറുമ്പോൾ ഞാൻ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എനിക്ക് വിമിഷ്ടമൊന്നും അടങ്ങത്തില്ല. അവിടുന്ന് ഞാൻ ചെന്ന് എൻ്റെ മരുമോളെ വിളിച്ച് എൻ്റെ മരുമോളെ വിളിച്ച് ഇതേപോലെ ഇരുത്തിച്ച് ഞാൻ മാറിയിരുന്ന് അവളുമായിട്ട് ഇച്ചിരി വർത്താനം പറഞ്ഞു വെച്ചു. അപ്പോൾ അവൾ കസേരയിലിരുന്ന് തൂങ്ങത്തേ ഉള്ളൂ. നമുക്ക് ഉറക്കമില്ല എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ വെളുപ്പിന് വിടേണ്ടതല്ലേ. അത് കാരണം അവളിരുന്ന് ഉറക്കം തോന്നും. അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. പിന്നെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പറയേ മോള് പോയി കിടന്നുറങ്ങാം, അമ്മ നോക്കിക്കോളാം, അമ്മ എങ്ങനെയെങ്കിലും ഇരുന്നോളാം, കുഴപ്പമില്ല. ഞാൻ ചാരി കിടന്നാൽ എനിക്ക് കിടക്കാൻ പറ്റിയില്ല. എന്നാലും മനസ്സ് കടിച്ചു പിടിച്ചുകൊണ്ട് ഭിത്തിയോട് ചാരി ഇരുന്ന് ഇങ്ങനെ ഇച്ചിരി ഒരു ഉറങ്ങി കഴിയുമ്പോൾ എനിക്ക് പ്രാളം കയറുമ്പോൾ ചാടി പുറത്ത് പിന്നെയും കട്ടിലേന്ന് ഞാൻ ഇറങ്ങിക്കൊണ്ട് പോയി മൂത്രം ഒഴിച്ചു വന്നിരുന്നേച്ചു. പിന്നെ ഈ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം എനിക്ക് മോളെ കാട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഉറക്കം കൊണ്ട്. ആദ്യം ഞങ്ങൾ വന്നപ്പോ അമ്മയ്ക്ക് ഉറക്കയില്ലായിരുന്നു, അമ്മയ്ക്ക് ശ്വാസം മുട്ടലായിരുന്നു, അമ്മയ്ക്ക് ദേഹത്തിൽ നീരുണ്ടായിരുന്നു, മൊത്തം നീരല്ലായിരുന്നു. അതെ. ഇപ്പൊ എനിക്ക് 8 ദിവസം കൊണ്ട് അത്ര മാറ്റവും കിട്ടി. എനിക്ക് ഒരുപാട് എല്ലാ കാര്യത്തിനും ഇപ്പൊ എനിക്ക് കുറവുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഇച്ചിരി ആഹാരം ഇച്ചിരി എന്തെങ്കിലും കഴിക്കാവില്ല. മറ്റേത് അങ്ങനെയല്ല. ഈ വിമിഷ്ടം വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നോളെ എനിക്ക് ആഹാരം കഴിക്കാനൊക്കത്തില്ല, വെള്ളം കുടിക്കാനൊക്കത്തില്ല. ഇന്ന് പാവയ്ക്ക് അരിഞ്ഞു കൊടുത്ത് അതിന്റെ തീയലിന്റെ എല്ലാ സാധനങ്ങളും തേങ്ങ എല്ലാം വറുത്ത് അതിനെല്ലാം കറിയാക്കി എന്റെ മാക്കിയം കൊടുത്തു. ഇപ്പൊ അമ്മക്ക് നല്ല ആശ്വാസം ഇല്ലേ? അമ്മ ആ വെള്ളം കുടിക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോ അമ്മക്ക് പേടിയായിരുന്നു, തിളപ്പിച്ച വെള്ളമാണ് അല്ലേ, ശരിയല്ലായിരുന്നു? ഇപ്പം ആ വെള്ളം കുടിക്കുമ്പോ എങ്ങനെയുണ്ട് അമ്മേ? എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. കഫമൊക്കെ ഇളകി പോകുന്നുണ്ട്. ആദ്യം എടുക്കുമ്പോ ഉണ്ടല്ലേ നമുക്ക് ഇതേ ഈ കളറിൽ കഫമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ കളറില് ഇങ്ങനെയുള്ള നീല മഞ്ഞ മാറി നീലയുള്ള കഫമായിരുന്നു. ആ കഫ മാറി ഇപ്പൊ മഞ്ഞയായി, മഞ്ഞ മാറി ഇപ്പൊ വെള്ളയായി. എത്ര ദിവസം കൊണ്ട് അമ്മ ഈ റിക്കവർ കിട്ടിയത്? 8 ദിവസം കൊണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ട് അമ്മയ്ക്ക് ഈ പ്രൊഡക്റ്റ് തന്നതാണ് അല്ലേ? ബുധനാഴ്ച എന്റെ മകളുടെ വീട്ടിലോട്ട് ഞാൻ വരികയും ചെയ്തു. ഇപ്പൊ അമ്മ ഇത് നമ്മൾ ആരോടാ നന്ദി? ദൈവമാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നത് അല്ലേ? ദൈവം കൈവച്ചൊരു പ്രൊഡക്റ്റ് ആണിത്. 6 മണിയായാലും എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അല്ല അമ്മ പറഞ്ഞാൽ എനിക്ക് ഒരു മനുഷ്യന് ഉറക്കമാണ് വേണ്ടത്. 12 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ല 4:30 എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് വെറും പ്രാർത്ഥന ഉള്ളതെന്ന് വെച്ചാൽ വേറെ സമയം ഒന്നും നമുക്ക് പറ്റുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ നോക്കിയിട്ട് ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതെനിക്ക് ദൈവം കൊടുത്തത് അല്ലേ? സത്യം. ഞാൻ അത്രയും പ്രാർത്ഥിച്ചതിന്റെ ഫലം ഞാൻ പറഞ്ഞ കർത്താവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്റെ ഈ നീർക്കെട്ടലും മാറ്റി എന്റെ വിമിഷ്ടം ഒന്നും മാറ്റി എനിക്ക് കിട്ടണം. ഇത് 2 മതി. ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള നല്ല മാറ്റം ഉണ്ട് അമ്മയ്ക്ക്. 3 പ്രാവശ്യം ഞാൻ കഴുകും. കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 പ്രാവശ്യം ഞാൻ കഴുകും. കേട്ടല്ലോ, ഞാൻ 3 പ്രാവശ്യം ഞാൻ കഴുകും. അത് എന്നോട് പറഞ്ഞു തന്നെയല്ല, എനിക്ക് തന്നെ തോന്നി, അത് എന്റെ മനസ്സിൽ തന്നെ തോന്നി. എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യം, ഞങ്ങള് പറഞ്ഞു കൊടുത്തത് അപ്പാടെ ഒരു കൊച്ചു കുട്ടി കേൾക്കുന്ന പോലെ അനുസരിച്ച് പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് എന്നെ ഒരു ദിവസം 4 തവണ എങ്കിലും ആള് വിളിക്കും. ഞാൻ അമ്മയോട് ഞാനൊരു വാക്ക് കൊടുത്തായിരുന്നു, അമ്മ ഏത് പാതിരാത്രി വേണേലും എന്നെ വിളിച്ചോ, അമ്മയ്ക്ക് എന്ത് സംശയം ഉണ്ടല്ലോ എന്നെ വിളിച്ചോ, കാര്യം കൊടുത്ത സാധനം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് പാതിരയ്ക്ക് ഫോൺ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. മനസ്സിലായില്ലേ? ഷീറ്റും തലങ്ങണി ഞാനിട്ട നൈറ്റിയും പാവാടയും കൂടെ സോപ്പ് പൊടിക്കത്ത് കൊണ്ടുവന്ന് നനച്ചു വെച്ച് അമ്മച്ച് കണ്ട് ഇത് അമ്മ നോക്കിക്കോ ഇപ്പൊ അമ്മ 8 ദിവസം കൊണ്ട് അമ്മ ഇത്രയും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അമ്മ 1 മാസം കൊണ്ട് ഞാൻ അത് ഞങ്ങൾ പറയുന്നില്ല, അമ്മ കണ്ടോണം, 2 അമ്മമാരും കണ്ടോണം, ആ റിസൾട്ട് കണ്ടോണം. എന്തായാലും ഇന്ന് ഞാൻ ഇച്ചിരി എന്റെ തുണി തന്നെ എടുത്ത് ഞാൻ കൈകൊണ്ട് ഞാൻ തിരുമ്മി. അത് നമ്മൾ ആർക്കാ നന്ദി പറയേണ്ടത്? എന്റെ ഈശോയ്ക്കാ ഞാൻ നന്ദി പറയേണ്ടത്, എന്റെ മാതാവിനാ ഞാൻ നന്ദി പറയുന്നത്. സത്യം
എന്നിട്ട് അമ്മച്ചി ഇച്ചിരി ഉജാല കൊണ്ടുവന്നിട്ട് അത് മുക്കി എല്ലാം വിരിച്ച് ഞാൻ റെഡിയാക്കി ഇട്ട്. എല്ലാരും